കോപിക്കുമ്പോൾ പാപം ചെയ്യാതിരിക്കുവിൻ. സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. എഫേസ്യർ 4:26. കോപം മനുഷ്യരുടെ സ്വഭാവത്തിൽ ഒന്നായാണ് നിലകൊള്ളുന്നത്. നമ്മളെ ആരെങ്കിലും അപമാനിക്കുമ്പോഴും അന്യായം ചെയ്യുമ്പോഴും ഒരിക്കൽ പോലും കോപമില്ലാതെ നിലകൊള്ളുക അസാധ്യമായ കാര്യമായിരിക്കും. എന്നാൽ ബൈബിൾ നമ്മോട് ഈ സ്വാഭാവിക പ്രതികരണത്തെ നിയന്ത്രിക്കാനാണ് പറയുന്നത്. എഫേസ്യർ 4:26 എന്ന വചനം നമ്മോട് പറയുന്നത് പോലെ കോപിക്കുമ്പോൾ പാപം ചെയ്യാതിരിക്കുവിൻ. സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. ഈ വചനത്തിൽ 2 പ്രധാന ഉപദേശങ്ങൾ നമുക്ക് കാണാം. 1. കോപം വരാം, പക്ഷേ അതിൻ്റെ ഫലമായി പാപത്തിലേക്ക് നീങ്ങരുത്. 2. കോപം നിലനിർത്തേണ്ട സമയം വളരെ ചുരുങ്ങിയതായിരിക്കണം. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേ അതിനെ വിട്ടുപോകരുത്. കോപം നിയന്ത്രിക്കേണ്ട വികാരമാണ്. കോപം ഒരാളുടെ മനസ്സും ആത്മാവും ദോഷകരമായി ബാധിക്കുന്നു. നിയന്ത്രണമില്ലാതെ കോപം പ്രകടിപ്പിക്കുന്നത് ബന്ധങ്ങൾ തകർക്കുകയും പിതാവായ ദൈവത്തെ ദുഃഖിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. ദാവീദിന്റെ ജീവിതത്തിൽ പോലും ആത്മീയതയിലൂടെയും ക്ഷമയിലൂടെയും കോപത്തെ അവൻ നിയന്ത്രിച്ചത് നമുക്ക് മാതൃകയാണ്. യേശുവിന്റെ ജീവിതം മുഴുവനും ക്ഷമയുടെയും സഹനത്തിന്റെയും പ്രതീകമായിരുന്നു. കുരിശിൽ തൂക്കിയപ്പോൾ പോലും അവൻ ശത്രുക്കൾക്കായി പ്രാർത്ഥിച്ചു. അവർക്കായി ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല എന്നാണ് പ്രാർത്ഥിച്ചത്. ഈ മനോഭാവം നമ്മിൽ ഉണ്ടാകണമെന്നാണ് എഫേസ്യർ 4:26 ഉദ്ദേശിക്കുന്നത്. കോപത്തെ നമുക്ക് നിയന്ത്രിക്കാനാവുന്നത് ആത്മീയ വളർച്ചയുടെ തെളിവാണ്. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളിലൊന്നായ ക്ഷമ നമ്മിൽ നിറയുമ്പോൾ അതിലൂടെ ക്രിസ്തുവിന്റെ പ്രകാശം നമ്മുടെ മുഖാന്തരം ലോകത്തേക്കും എത്തും. ജീവിതത്തിൽ കോപം നമുക്ക് വരാം, പക്ഷേ അതിലൂടെ പാപത്തിലേക്ക് എടുത്തു ചാടരുത്. അതിനു മുമ്പേ മനസ്സിനെയും ഹൃദയത്തെയും ദൈവത്തോട് സമാധാനത്തിലാക്കണം. സൂര്യൻ അസ്തമിക്കുമ്പോഴേക്കും കോപം മാറിയിരിക്കട്ടെ.